സമസ്ത എന്താണ് സമസ്തയുടെ ലക്ഷ്യം? എന്താണ് സമസ്ത പറയുന്നത്? ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ 14 നൂറ്റാണ്ടിന്റെ ആദർശ വിശുദ്ധിയുടെ ചരിത്രം പറയുകയാണ് സമസ്ത. ഇത് പറയാൻ ആർക്കാണ് ഈ കൊച്ചു കേരളത്തിൽ അവകാശം? അല്ലെങ്കിൽ ഇന്ന് ഏത് സംഘടനക്കാണ് ആദർശ വിശുദ്ധിയുടെ 14 നൂറ്റാണ്ടിന്റെ പൈതൃകം പറയാൻ, പാരമ്പര്യം പറയാൻ ആർക്കാണ് അവകാശമുള്ളത്? ഇത് പറയണം. ഇവിടെ വഹാബികൾക്ക്, നവോത്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന വഹാബികൾക്ക് പറയുമോ? അവർക്ക് സാധ്യമാണോ? പുരോഗമനാശയത്തിന്റെ കാലത്തിന്റെ ചുമരെഴുത്ത് വായിക്കുന്നവരെന്ന് മനസ്സിലാക്കി ഈ ഉമ്മത്തിന് ചതിപ്രയോഗത്തിന്റെ പുതിയ അജണ്ടകൾ തീർക്കുന്ന മൗദൂദികൾക്ക് സാധ്യമാണോ ഞങ്ങളാണ് പാരമ്പര്യത്തിന്റെ അവകാശികൾ എന്ന് പറയാൻ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടുത്തെ വഹാബികൾക്ക്, മൗദൂദികൾക്ക്, അവരുടെ സ്വന്തം നേതാക്കളെ പോലും തള്ളിപ്പറഞ്ഞ ആളുകൾക്ക് എങ്ങനെയാണ് 14 നൂറ്റാണ്ടിന്റെ അവകാശം പറയാൻ കഴിയുക? എന്തൊരു കൗതുകമാണ്! സ്വന്തം സ്ഥാപകനായ അബുൽ അഅ്ല മൗദൂദിയെ ഞങ്ങൾ വലിച്ചെറിഞ്ഞു. മൗദൂദിസം ഞങ്ങളുടെ അജണ്ടയല്ല, ഞങ്ങൾ മൗദൂദികളല്ല എന്ന് പുതിയ സമൂഹത്തിന്റെ മുന്നിൽ എന്തേ ജമാഅത്തെ ഇസ്ലാമിക്കാരാ നിനക്ക് പറയേണ്ടി വന്നത്? ഞങ്ങളെ വഹാബികൾ എന്ന് വിളിക്കരുത്. KNM സംസ്ഥാന നേതാക്കളാണ് പറയുന്നത്. ഞങ്ങളെ വഹാബികൾ എന്ന് വിളിക്കരുത്, ഞങ്ങളെ മുജാഹിദുകൾ എന്ന് പറയണ്ട. ഞങ്ങളൊക്കെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്. വഹാബികൾ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞ് സ്വന്തം നേതാവായ ഇബ്നു അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് വഹാബികൾക്ക് എത്തേണ്ട ദുർഗതി ഉണ്ടായത് എന്തുകൊണ്ടാ? അവരുടെ കേരളക്കരയിലേക്ക് വഹാബിസത്തിന്റെ പുതിയ വിശ്വാസവുമായി കടന്നു വന്നത് നമുക്കറിയാം. അതിന്റെ ചരിത്രം ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ, റഷീദ് റിളയുടെ, മുഹമ്മദ് അബ്ദുവിന്റെ വരണ്ട തൗഹീദിന്റെ ആശയങ്ങളുമായി തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കടന്നു വന്ന ചില മൗലവിമാർ 1921കളിൽ ഈ ഉമ്മത്ത് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ മുകളിലേക്ക് ആകാശം മാത്രം നോക്കി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അവരുടെ ഈമാനിനെ കട്ടുകൊണ്ടുപോകാൻ വന്നവർ എന്തേ സംഭവിച്ചത്? എവിടെ ഇന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി? നിങ്ങൾ അംഗീകരിക്കുമോ വഹാബികളെ? 8 ഗ്രൂപ്പുകളായി, പ്രധാനപ്പെട്ട 3 ഗ്രൂപ്പുകളായി തമ്മിലടിക്കുന്ന ആളുകള് നിങ്ങൾക്ക് ആണത്തത്തോടുകൂടെ പറയാൻ കഴിയോ ജമാലുദ്ദീൻ അഫ്ഗാനി ഞങ്ങളുടെ നേതാവാണെന്ന്, മുഹമ്മദ് അബ്ദു ഞങ്ങളുടെ നേതാവാണെന്ന്, റഷീദ് റിള ഞങ്ങളുടെ നേതാവാണെന്ന്? ഇത് പരസ്യമായി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. പരസ്യമായി നിങ്ങൾക്ക് വഹാബികളാണെന്ന് പറയുന്നത് നാണക്കേട്, മൗദൂദിയാണെന്ന് പറയുന്നത് മാനക്കേട്. എന്തുകൊണ്ട്? വഹാബിസം, സലഫിസം ലോകത്ത് മുഴുവനും ഏറ്റവും വലിയ ഭയാശങ്കയോടുകൂടെ നോക്കിക്കാണുകയാണ്. അമേരിക്കയിൽ നടത്തിയ പഠനം, ന്യൂയോർക്ക് ടൈംസ് നടത്തിയ പഠനം, യൂറോപ്യൻ യൂണിയൻ